വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാവി സുധിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പാലക് ചീര വെച്ചിട്ടുള്ള ഒരു കറിയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. പാലക് ചീര ചെറുതാക്കി അരിഞ്ഞ് എടുക്കാം. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ അരിഞ്ഞെടുക്കാം. സ്റ്റൗ കത്തിക്കാം. കുറച്ച് വെണ്ണ ഇതിലേക്കിടാം. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക്ക് ചെറുതാക്കി അരിഞ്ഞത് ചേർക്കാം. ഇതിൽ ക്യാപ്സിക്കം ഒരെണ്ണം, 2 ചെറിയ തക്കാളി, 2 പച്ചമുളക് ഇതിട്ട് 2 മിനിറ്റോളം വാട്ടിയെടുക്കും. ഇതിലേക്ക് മുളക് ഓറിഗാമി ചേർക്കാം. കുറച്ച് മല്ലിയില, പാലക് ചീര ഇതിലേക്കിടാം. ഒന്ന് വാട്ടിയെടുക്കാം. ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി ഒരു 3 മിനിറ്റോളം ഒന്ന് ആവി കയറ്റാം. മൂന്ന് മിനിറ്റോളം നന്നായി വാട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഉരുളൻകിഴങ്ങ് പൊടിയിട്ട് ചേർക്കാം. അത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു വെജിറ്റബിൾ കറിയാണ്. പാലക്ക് വെച്ചിട്ടുള്ള ഒരു വെജിറ്റബിൾ കറിയാണ്. ഇതിലേക്ക് തേങ്ങാപ്പാൽ കുറച്ച് ഒഴിക്കാം. ഒരു അര മുറിയുടെ പകുതി തേങ്ങയുടെ പാൽ. ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഒഴിക്കാം. ഒരു 2 ടീസ്പൂണോളം ഫ്രഷ് ക്രീം. ഒന്ന് ചൂടായാൽ മതി. സവോ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും മുട്ട പുഴുങ്ങിയിട്ടിട്ടും ഒക്കെ ചോറിൻ്റെ കൂടെ കഴിക്കാം. വെജിറ്റബിൾ ഇഷ്ടമില്ലാത്തവർക്ക് മുട്ട പുഴുങ്ങി പകുതി മുറിച്ചിട്ട് ഇതിൽ ചോറിൻ്റെ കൂടെ കഴിക്കാം. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വെജിറ്റബിൾ കറിയാണ്. പാലക്ക് വെച്ചിട്ടുള്ള ഒരു വെജിറ്റബിൾ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു.